ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം. അവന്റെ ചാരയോടിയണഞ്ഞവർ ആശ്വാസമനുദിനവും. അവന്റെ ചാരയോടിയണഞ്ഞവർ ആശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു. ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ആഹാരം കഴിച്ച് ജീവിക്കാനായിട്ട് തന്നിരിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. നമ്മുടെ ആഹാരമാണ് വിശുദ്ധ വേദപുസ്തകം. നാം ആഹാരം കഴിക്കേണ്ടത്, ആഹാരം കഴിച്ച് ജീവിക്കേണ്ടത് എല്ലാം ഈ വിശുദ്ധ വേദപുസ്തകത്തിലാണുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ അതുകൊണ്ട് വേദപുസ്തകം എവിടെ പ്രസംഗിച്ചാലും, ആര് പ്രസംഗിച്ചാലും, എന്ത് പ്രസംഗിച്ചാലും വേദപുസ്തകമല്ലേ, അതുകൊണ്ട് അത് പോയി കേൾക്കാം, അങ്ങനെ കേൾക്കാൻ പോകുന്ന ആളുകളുമുണ്ട്. വേദപുസ്തകമല്ലേ, ആര് പ്രസംഗിച്ചാൽ എന്താ എന്ന് ചിന്തിച്ചു പോകുന്നതായ ആളുകളുമുണ്ട്. അത് വേദപുസ്തകം തന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്. വേദപുസ്തകം ആര് പ്രസംഗിച്ചാലും അതുപോയി കേൾക്കരുതെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്,
എൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. പലതരം ആളുകളുണ്ട്, ആത്മാക്കൾ പലതുണ്ട്. ദൈവവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ കർത്താവിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യണം. നാം കേൾക്കുന്ന വചനം ശോധന ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ മുഴുവനും കാര്യങ്ങളെ ഞാൻ പറയുന്നില്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യേശുവിനെ പോലെ ആകണം എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി വചനം കേൾക്കുക. തീർച്ചയായും നമ്മളതാ ചെയ്യുന്നുള്ളൂ. യേശുവിനെ പോലെ ആകണം. അതുപോലെ തന്നെ വചനം പറയുന്നവനും യേശുവിനെ പോലെ ആകണം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്നവരും പറയുന്ന വചനം കേൾക്കണം. അതെല്ലാം ഈ സുവിശേഷ കേൾവിയുടെ ബാലപാഠങ്ങളാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പണം പോവും, നിങ്ങളുടെ മാനം പോവും, നിങ്ങളുടെ സമയം പോവും, പല നഷ്ടങ്ങളും നിങ്ങൾക്ക് വരും. അതുകൊണ്ട് യേശുവിനെ പോലെ ആകണം, നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ പോലെ ആകണം എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യുന്നവർ പറയുന്ന വചനമാണ് നാം കേൾക്കേണ്ടത്. അപ്പോൾ നമുക്ക് തെറ്റുപറ്റുകയില്ല. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഉത്തരവാദിത്തം. 2 ഉത്തരവാദിത്തങ്ങൾ. നമ്മുടെ തന്നെ ജീവിതം, നമ്മുടെ തന്നെ അനുഭവങ്ങൾ നമുക്ക് തന്നെ വഹിക്കാവുന്നതാകണമെങ്കിൽ, നമ്മുടെ തന്നെ അനുഭവങ്ങൾ നമുക്ക് തന്നെ വഹിക്കാവുന്നതാകണമെങ്കിൽ 2 ഉത്തരവാദിത്തങ്ങൾ നാം നിർവഹിക്കണം. ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടാകണം. അത് ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകി വരുന്ന മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. അതുപോരാ, പക്ഷേ അതെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. അത് വേറൊരാളല്ല മാറ്റിത്തരേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ മലകൾ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാക്കുന്ന മലകളെ നീക്കുവാൻ തക്കതായ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. എന്നാൽ അതും പോരാ, പിന്നെ അതിനപ്പുറമുള്ളതായ സ്നേഹത്തിലേക്ക് നിങ്ങൾ കിടക്കണം. അപ്പോൾ നമുക്ക് തന്നെ വേണ്ടിയതായ ഒന്നാമത്തെ ഒരു കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിലെ മലകൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമുക്ക് മറികടക്കാനാവാത്ത പ്രശ്നങ്ങൾ, അതിനെ നീക്കുവാൻ തക്കതായ വിശ്വാസം അത് നിങ്ങൾക്കുണ്ടാകണം. അത് വേറൊരാൾക്ക് ചെയ്തു തരുന്ന കാര്യമല്ല, നിങ്ങൾക്കതുണ്ടാകണം. അത് നിങ്ങൾക്കുണ്ടായിട്ട് അവിടെയും തീർന്നില്ല. ആ വിശ്വാസങ്ങൾക്കുണ്ടായാലും പോരാ, നിങ്ങൾ അതിനപ്പുറമുള്ളതായ സ്നേഹത്തിലേക്ക് കൂടെ കിടക്കണം. 2-ാമത്തെ കാര്യം 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ സാത്താനുണ്ടാക്കുന്ന കോട്ടകളുണ്ട്. ആ കോട്ടകളുടെ മുമ്പിൽ ഞാൻ നിന്നു പോവും. ആ കോട്ടകളുടെ മുമ്പിൽ നാം തടസ്സപ്പെട്ടു പോവും. നമ്മുടെ ജീവിതം അടഞ്ഞ പോലെ തോന്നും, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാവും. അതാണ് കോട്ടകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാം അകപ്പെട്ടു പോകുന്ന കോട്ടകൾ. നമുക്ക് ചുറ്റും വന്ന് സാത്താൻ കോട്ട കിട്ടും. ആ കോട്ടകളെ നാം ഇടിക്കണം. ആ കോട്ടകളെ ഇടിക്കണം.
അത് നമ്മുടെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ പണം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അതിന് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചേ ഇടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് നമുക്ക് നമ്മുടെ മലകളെ ജയിക്കാൻ തക്കതായ വിശ്വാസം ഉണ്ടാകണം. ചുരുക്കത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം ഉണ്ടാക്കി തരില്ല. നമ്മുടെ അനേക പ്രശ്നങ്ങൾക്കും നാം തന്നെ പരിഹാരം ഉണ്ടാക്കണം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പലതിനും പരിഹാരം നാം തന്നെ ഉണ്ടാക്കണം. അതിനുള്ള കഴിവ് നമ്മളിലുണ്ട്, അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അതിനാണ് ദൈവം മനുഷ്യന് വചനം തന്നിരിക്കുന്നത്. ഈ വചനം വിശ്വസിച്ച്, ഈ വചനം കയ്യിലെടുത്ത് വചനം വിശ്വസിച്ച് നാം നമ്മുടെ മലകളെ അതിനെ മറികടക്കണം. എല്ലാം വേറെ ആരെയും പരിഹരിച്ചു തരേണ്ടതല്ല. നമ്മുടെ അനേക പ്രശ്നങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ഈ വചനപ്രകാരം ജീവിച്ച് നമുക്ക് തന്നെ മറികടന്നു പോകാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ കോട്ടകളെ ഇടിക്കുക, മലകളെ മാറ്റുക, ഇതെല്ലാം മനുഷ്യനെ നിരാശപ്പെടുത്തുന്ന ചിന്തകളാണ് വാസ്തവത്തിൽ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തന്നെങ്കിൽ, ഈ മലയൊക്കെ ആരെങ്കിലും ഒന്ന് മാറ്റി തന്നെങ്കിൽ, ഈ പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി തന്നെങ്കിൽ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയെങ്കിലും ദൈവം എന്തെങ്കിലും കാണിച്ചൊന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ, ഇതാണ് എപ്പോഴും മനുഷ്യന്റെ ചിന്ത. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നു, മലകളെ നീക്കുവാണ്ടൊക്കെ വിശ്വാസം ഉണ്ടായിട്ട്, നിങ്ങൾക്കുണ്ടായിട്ട്. ദൈവമക്കളെ, അതിനാണ് ഈ വിശുദ്ധ വേദപുസ്തകം. അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചന ശുശ്രൂഷകൾ. അതിനാണ് നമ്മളെ ദൈവത്തോട് കൂട്ടി വരുത്തിയിരിക്കുന്നത്. 1973 മുതൽ ഈ 50 കൊല്ലമായിട്ടും ഈ കൂട്ടായ്മ ഒരു ചൂണ്ടുപലക മാത്രമാണ്. അത് ഇന്നും ഒരു ചൂണ്ടുപലകയാണ്, നാളെയും ഒരു ചൂണ്ടുപലകയായിരിക്കും. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചൂണ്ടുപലക മാത്രമാണ്. ഈ കൂട്ടായ്മ നിങ്ങൾക്കൊരു കൈത്തിരി പോലെ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലൊരു തിരി കത്തിച്ച് കിട്ടും. ആ തിരി കൊണ്ട് നടക്കേണ്ടത് നിങ്ങളാണ്. ആ തിരി കത്തിച്ച് കെടാതെ സൂക്ഷിച്ച് അതുകൊണ്ട് നടക്കേണ്ടത് നിങ്ങളാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന സ്ഥലമല്ല, ജീവിച്ചാലേ കിട്ടുകയുള്ളൂ. സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണം ജീവിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ. സ്വർഗത്തിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗം കിട്ടുകയല്ല. സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണം ജീവിച്ചാൽ സ്വർഗം കിട്ടും. അതിനുള്ള കൈത്തിരിയാണ് ഇവിടെ നിന്ന് തരുന്നത്. ആ തിരി കെടാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്താം. ഇതൊരു ചൂണ്ടുപലക മാത്രമാണ്. ദൈവമക്കളെ, മനുഷ്യരുടെ വാക്ക് കേട്ട് അകന്നുപോയവർ കാണും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ട് തിരിച്ചു വരണം. മനുഷ്യരുടെ വാക്ക് കേട്ട് നിങ്ങൾ അകന്നുപോയവരുണ്ടാകും. എങ്കിലും സ്നേഹത്തോടെ നിങ്ങൾ പറയുകയാണ്, ദൈവത്തിൻ്റെ വിളി കേട്ട് നിങ്ങൾ തിരിച്ചു വരണം. കാരണം മനുഷ്യൻ്റെ ആത്മീയ അസ്ഥിരത വലുതാണ്. മനുഷ്യൻ വേശ്യാവൃത്തി ചെയ്യുകയും അതേ വേശ്യയെ കല്ലെറുകയും ചെയ്യുന്നതാണ് മനുഷ്യരുടെ ആത്മീയ നേതൃത്വം. അതാണ് മനുഷ്യൻ്റെ അകത്തെ ആത്മാവിൻ്റെ അവസ്ഥ. അതാണ് നാം കാണുന്നത്. കർത്താവായ യേശു പറഞ്ഞത്, വേശ്യാവൃത്തി ചെയ്യുകയും അതേ വേശ്യയെ അത് കഴിയുമ്പോൾ കല്ലെറുകയും ചെയ്യുന്നു. അതാണല്ലോ നാം കണ്ടത്, വേദപുസ്തകത്തിൽ വായിച്ചത്. അതാണ് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം ആത്മീയത്തിൽ നാം കാണുന്ന ചരിത്രങ്ങളാണ്. ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ വാക്ക് കേട്ട് അകന്നു പോയാലും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ട് നിങ്ങൾ തിരിച്ചു വരണം. ഞാൻ എളിമയോട് ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, ഒരു വിവാഹം കഴിച്ചു വിട്ട പെൺകുട്ടി സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കണം, നല്ലത്. പക്ഷേ അവളുടെ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും സ്നേഹിച്ചാലേ അവളുടെ ജീവിതത്തിലെ മലകൾ മാറുകയുള്ളൂ, കോട്ടകൾ ഇടിയുകയുള്ളൂ. ഒരമ്മായിമ്മ സ്വന്തം മകളെ സ്നേഹിച്ചാൽ ആ അമ്മായിമ്മയുടെ ജീവിതത്തിലെ ഒരു കോട്ടയും ഇടിയാൻ പോകുന്നില്ല. മരുമകളെ മകളെപ്പോലെ കണക്കാക്കിയാൽ ആ അമ്മായിമ്മയുടെ ജീവിതത്തിലെ അനേക മലകൾ മാറും, കോട്ടകൾ ഇടിയും. സ്വന്തം ഭാര്യയെ നോക്കി വന്ന് ചിരിക്കാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ പല കോട്ടകളും ഇടിയും.
അന്യ സ്ത്രീയെ കണ്ട് പുഞ്ചിരിച്ചത് കൊണ്ടോ അതിൻ്റെ പുറകെ നിന്നതുകൊണ്ടോ ഒരു കോട്ടയും മാറാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശരിയായ കാൽവെപ്പുകൾ നടത്തണം. എങ്ങനെയാണ് കോട്ടകൾ ഇടിയുക? ഒന്നാമതായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അതിന്റെ 40-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കാം. ഒരു വലിയ സത്യം പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചത് നിങ്ങൾ ആര്? കണ്ണ് മേലോട്ട് ഉയർത്തണം. അന്ന് ആ കാലത്ത് ഇസ്രായേൽ ജനം വിഗ്രഹങ്ങളിലേക്ക് നോക്കുന്ന കാലമാണ്. നേരം വെളുത്താൽ ആദ്യം നോക്കുന്നത് വിഗ്രഹത്തിലേക്കാണ്. നേരം വെളുത്താൽ വിഗ്രഹത്തിലേക്കാണ് ആദ്യം നോക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഉയരണമോ, നിങ്ങൾക്ക് അന്ധകാരം മാറണമോ, നിങ്ങൾക്ക് വെളിച്ചം ഉണ്ടാകണമോ, എങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കണം. അത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ മനുഷ്യന്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, മനുഷ്യൻ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. മനുഷ്യൻ വിശുദ്ധന്മാരുടെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, മനുഷ്യൻ അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. മനുഷ്യൻ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാനല്ല പഠിപ്പിച്ചത്. മനുഷ്യൻ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവന്റെ ഒരു ഇരുട്ടും മാറുകയില്ല, അവന്റെ ഒരു വേദനയും മാറുകയില്ല. അവൻ മുകളിലേക്ക് നോക്കണം. ഇസ്രായേൽ മക്കൾ മുകളിലേക്ക് നോക്കി പഠിച്ചവരാണ്. അവരുടെ പിതാക്കന്മാർ വരെ മുകളിലേക്ക് നോക്കാനാണ് പഠിപ്പിച്ചത്. പക്ഷേ അവർ നോക്കി 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 വിഗ്രഹങ്ങളിലേക്ക് നോക്കുന്നവരായി തീർന്നു. കർത്താവായ യേശു ജനിക്കുന്നതിന് 2700 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുകളിലേക്ക് നോക്ക്. നിങ്ങൾക്ക് ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ, തളർന്നു പോകാതെ നടക്കുവാണെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്ക്. പ്രിയപ്പെട്ട ദൈവത്തിലെ അത് തന്നെയാണ് ഇന്ന് നിന്നെ ഓർപ്പിക്കുന്നത്. നീ മുകളിലേക്ക് നോക്ക്. നിന്റെ ഇരുട്ട് മാറും, നിന്റെ സന്ദേഹം മാറും, നിന്റെ മ്ലാനത മാറും, നിന്റെ കുടുംബത്തിലെ അന്ധകാരം മാറും. നീ മുകളിലേക്ക് നോക്ക്. ദൈവമക്കളെ, നാം വാസ്തവത്തിൽ അത് ചെയ്യുന്നവരാണോ? നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറാനായിട്ട് വേറെ യാതൊരു വഴിയുമില്ല. നാം മുകളിലേക്ക് നോക്കണം. നാം വിശുദ്ധന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇരുട്ട് മാറില്ല. ഒരു സഭയും പഠിപ്പിച്ചിട്ടില്ല, ഒരു സഭയും പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധന്മാരുടെ മുഖത്തേക്ക് നോക്കാൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറണമെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കണം. നിങ്ങൾ മുകളിലേക്ക് തന്നെ നോക്കണം. നിങ്ങൾ ഡോക്ടർമാരിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഇരുട്ട് മാറുകയില്ല. നിങ്ങളുടെ രക്തം പരിശോധിച്ച റിപ്പോർട്ടിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഇരുട്ട് മാറുകയില്ല. നിങ്ങളുടെ പരീക്ഷാ സർട്ടിഫിക്കറ്റിലെ മാർക്കിലേക്ക് നോക്കിയാൽ ഇരുട്ട് മാറില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശമ്പള സ്ലിപ്പിലേക്ക് നോക്കിയാൽ ഇരുട്ട് മാറുകയില്ല. നിങ്ങളുടെ പേഴ്സിലേക്ക് നോക്കിയാൽ ഇരുട്ട് മാറുകയില്ല. നിങ്ങളുടെ മ്ലാനത മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറണമെങ്കിൽ മുകളിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ തൂക്കപ്പെട്ട് വിലാവ് തുറന്ന ആ രക്തം വെള്ളമൊഴുകുന്ന മിശിഹായിലേക്ക് നോക്കിയത്. കാരണം നോക്കേണ്ടവരെ നോക്കാൻ അവരെ പഠിപ്പിച്ചു. ഈ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ മലകൾ മാറണമെങ്കിൽ, ഇരുട്ടുകൾ മാറണമെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കണം. ശലോമോനാണ് ജനത്തെ പഠിപ്പിച്ചത്. ദാവീദിന്റെ മകനായ സോളമൻ രാജാവ് പഠിപ്പിച്ചു, നിങ്ങൾ കാണേണ്ടത് കണ്ടാൽ നിങ്ങളുടെ നിരാശ മാറി നിങ്ങൾക്ക് സന്തോഷം വരുമെന്ന്. 15-ാം അധ്യായമായിരിക്കണം സദൃശ്യവാക്യം. 15-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. കണ്ണിന്റെ ശോഭ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഭംഗിയല്ല. കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ടാൽ എന്തുണ്ടാകും? ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകും. കണ്ണിന്റെ ശോഭ എന്ന് പറയുന്നത് കണ്ണിന്റെ ബ്യൂട്ടി അല്ല. കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ടാൽ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകും.
അതിൻ്റെ ഒപ്പം എന്തുകൂടെ വേണം? നല്ല വർത്തമാനം നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. അസ്ഥികളെ തണുപ്പിക്കുകയും ചെയ്യുന്നു. സോളമൻ പഠിപ്പിച്ചു. ദൈവമക്കളെ, നിങ്ങൾ കാണേണ്ടത് കാണണം, അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം കിട്ടുകയില്ല. വെറുതെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നു. ഈ കൂട്ടായ്മയിലേക്ക് വന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഈ കൂട്ടായ്മ സമർപ്പണങ്ങൾ എടുപ്പിക്കുന്ന കൂട്ടായ്മയാണ്. സമർപ്പണങ്ങൾ. നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾ സമർപ്പണങ്ങൾ എടുക്കണം. പ്രായം കുറഞ്ഞവരും കൂടിയവരും, സ്ത്രീകളും പുരുഷന്മാരും, വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. നിങ്ങൾ ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നമല്ല. ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങളുടെ മക്കളെയുമല്ല. ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തെയുമല്ല. ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ഭാവി ഇനി നിന്റെ ഹിതം പോലെയായിരിക്കും. എൻ്റെ ഭാവി നിന്റെ ഇഷ്ടം പോലെയായിരിക്കും. എൻ്റെ ജീവിതത്തിലെ പഴയ പാളിച്ചകളോട് ഞാൻ യാത്ര പറയുന്നു. നിന്റെ ഹൃദയപ്രകാരം ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങളിതിൽ പങ്കെടുക്കാനായിട്ട്. ആ തീരുമാനത്തോടെ വേണം നിങ്ങൾ ഇനിയും പങ്കെടുക്കാനായിട്ട്. നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. എന്നിട്ട് കാണേണ്ടത് കാണുക. എന്താണ് കാണേണ്ടത്? കാണേണ്ടത് കണ്ടാൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കേൾക്കേണ്ടത് കേട്ടാൽ നിങ്ങളുടെ അസ്ഥികൾക്ക് തണുപ്പുണ്ടാകും. എന്താണ് കാണേണ്ടത്? അതാണ് പിതാക്കന്മാർ കണ്ടത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ടാൽ, നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചവനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകും. അതിന് പകരം നിങ്ങൾ മനുഷ്യരെ കണ്ടാൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഒന്നും കണ്ടാലുണ്ടാവുകയില്ല. നിങ്ങൾ കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. ആ അണിപ്പാടുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ അവിടെ നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, ഒന്ന് അറിഞ്ഞു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. കാരണം നല്ലവനായ യേശു നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം തരുമെന്ന് ജ്ഞാനിയായ ശലോമോൻ പഠിപ്പിക്കുന്നു. കേൾക്കേണ്ടത് കേൾക്കണം. എന്താണ് കേൾക്കേണ്ടത്? നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. എന്താണ് നല്ല വർത്തമാനം? ഞാൻ നല്ലവനാണെന്ന് എന്നോട് ആരെങ്കിലും പറയുന്നതാണോ നല്ല വർത്തമാനം? നിങ്ങൾ നല്ലവനാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നതാണോ നല്ല വർത്തമാനം? അല്ല. നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ ഏതാ? നിന്റെ അകത്ത് പാപമുണ്ട്, നിന്നിൽ തിന്മയുണ്ട്, അത് തിരുത്തുക. അഡ്മിറ്റിംഗ് സിൻ. അതിനേക്കാൾ നല്ലൊരു വർത്തമാനം ഒരു മനുഷ്യന് കേൾക്കാനില്ല. നിനക്ക് പാപമുണ്ട് സഹോദര, യെസ് എനിക്കത് ഉണ്ട് എന്ന് നീ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല വർത്തമാനം. പ്രിയപ്പെട്ടവരെ, ആ വർത്തമാനം നിങ്ങൾ കേൾക്കൂ. ആ വർത്തമാനം നിങ്ങൾ അനുസരിക്കൂ. എനിക്ക് പാപമുണ്ട് കർത്താവേ, എനിക്ക് തെറ്റുകളുണ്ട്, എന്നിൽ തിന്മയുണ്ട്, എനിക്ക് കഴിഞ്ഞ കാലങ്ങൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ നല്ല വർത്തമാനം. എൻ്റെ 35-ാമത്തെ വയസ്സിൽ എനിക്ക് പാപമുണ്ട് എന്ന് ഞാൻ കേട്ടു, എനിക്ക് തെറ്റുണ്ട് എന്ന് ഞാൻ കേട്ടു, എനിക്ക് യേശു ഉണ്ട് എന്ന് ഞാൻ കേട്ടു, യേശു എന്നെ വിളിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. യെസ് ലോർഡ്, എനിക്ക് തെറ്റുണ്ട്, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് സന്തോഷത്തോടെ വിളിച്ചവനാണ് ഞാൻ. അതിൻ്റെ അനുഭവമാണ് എനിക്കുണ്ടായത്. ആ സന്തോഷം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല വർത്തമാനം കേട്ടുകൊണ്ട് നിങ്ങൾ യേശുവിനെ വിളിക്കൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ട്, തിന്മയുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങളിപ്പോൾ വിളിക്കൂ. പ്രിയപ്പെട്ടവരെ, ആ നല്ലവനായ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് സത്യം. നിങ്ങളാരും അകന്നു പോകേണ്ടവരല്ല. കാരണം മനുഷ്യരുടെ നല്ല വാക്ക് കേൾക്കാനല്ല നാം ഇവിടെ വന്നത്. മനുഷ്യർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാനല്ല വന്നത്. മനുഷ്യർ നിങ്ങളെക്കുറിച്ച് പറയുന്ന വർത്തമാനം നിങ്ങൾ എങ്ങനെ കേൾക്കണമെന്നറിയാവോ? 109-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനെ വിട്ടകന്ന് പോയി. ദൈവമക്കളെ, ചില മനുഷ്യർ അങ്ങനെയാണ്. ശപിക്കുന്നതിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ.
ശാപം. ശപിക്കുന്നതിലെ താല്പര്യമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലും കാണും. നിങ്ങളുമായിരിക്കും അങ്ങനെ തന്നെ. ഞാനും അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സത്യം. അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറ്റം പറയുന്നതിലാണ് എനിക്ക് സാമർഥ്യം ഉണ്ടായിരുന്നത്. എൻ്റെ ഭാര്യയാകട്ടെ, എൻ്റെ മക്കളെയാകട്ടെ, അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കുറ്റം പറയുന്നതിലായിരുന്നു എനിക്ക് സാമർഥ്യം ഉണ്ടായിരുന്നത്. അത് ചില മനുഷ്യരുടെ പ്രകൃതമാണത്. ശാപം അവന് പ്രിയമാണ്, അനുഗ്രഹം അവന് അപ്രിയമാണ്. അത് മനുഷ്യന്റെ രക്തത്തിൽ കിടക്കുന്ന സ്വഭാവമാണത്. അത് അവരുടെ രക്തത്തിലുള്ളതാണ്. അത് കേട്ട് ഞാൻ ഇളകേണ്ടവനല്ല. ആരുടെയെങ്കിലും ശാപവാക്ക് കേട്ട്, ആരെങ്കിലും എന്നെ പ്രാകുന്നത് കേട്ട് ഞാൻ ഇളകരുത്. അപ്പോൾ എൻ്റെ കോട്ടകളാണ് ഇടിയേണ്ടത്, എൻ്റെ മലകളാണ് മാറേണ്ടത്. അവരുടെ വാക്ക് കേട്ട് ഞാനും തകർന്നു പോയാൽ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കയറിപ്പോകാൻ സാധിക്കില്ല. ശാപം അവന് പ്രിയമായിരുന്നു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് ഇന്നിപ്പോൾ അത് ഏറ്റുപറയാം യേശുവിനോട്, കർത്താവേ, അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശപിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. അതെനിക്ക് തിരുത്തി തരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു തിരുത്താൻ ഇവിടെയുണ്ട്. അവൻ്റെ രക്തം ക്ഷമിക്കാൻ ഇവിടെയുണ്ട്. അവൻ്റെ ആത്മാവ് തീപിടിപ്പിക്കാൻ ഇവിടെയുണ്ട്. അവൻ്റെ രക്തം ചൂടുപിടിപ്പിക്കാൻ ഇവിടെയുണ്ട്. അവൻ്റെ ആത്മാവ് തീ പോലെ ഇറങ്ങി വരാൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് മനസ്സാണോ, നിങ്ങൾക്ക് ആഗ്രഹമാണോ, കർത്താവെ, ഇനി ശാപവാക്ക് പറയാൻ ഞാനില്ല, ഇനി അനുഗ്രഹത്തിന്റെ വാക്കേ ഞാൻ പറയുകയുള്ളൂ, ഇനി ആരെയും ഞാൻ വെറുപ്പിക്കുകയില്ല, ആരെയും ഞാൻ ശപിക്കുകയില്ല, ഒരു വാക്കുകൂടെ നിങ്ങൾ പഠിച്ചുകൊള്ളൂ. അതിന് 28-ാമത്തെ വാക്യം, 109-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം കൂടെ വായിക്കൂ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണം. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കുന്നു. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, ആ അടിയനോ സന്തോഷിക്കും. ശപിക്കുമ്പോൾ സന്തോഷിക്കണം. മറ്റുള്ളവർ നിങ്ങളെ ശപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. മറ്റുള്ളവർ നിങ്ങളെ എതിർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ ജീവിതത്തിലെ കോട്ടകളെ ഇടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആരെങ്കിലും നിങ്ങളുടെ കുറ്റം പറയുകയാണോ, ആരെങ്കിലും നിങ്ങളെ ശപിക്കുകയാണോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മുഖം വാടണമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഒരു വേദവാക്യമാണത്. ആരെങ്കിലും നിങ്ങളെ ശപിക്കുകയാണോ, സന്തോഷിക്കുക. ആരെങ്കിലും നിങ്ങളുടെ കുറ്റം പറയുകയാണോ, ആനന്ദിക്കുക. കാരണം അതാണ് ദാവീദ് പഠിപ്പിച്ചത്. അതായിരുന്നു ദാവീദിന്റെ പ്രമാണം. അവരെന്റെ കുറ്റം പറയട്ടെ, ഞാൻ കൂടുതൽ സന്തോഷിക്കും. ആരെങ്കിലും എൻ്റെ കുറ്റം പറയട്ടെ, സന്തോഷിക്കും. ദൈവമക്കളെ, നിങ്ങൾ നീതിയായി നടക്കുക. നിങ്ങളിൽ കുറ്റം കണ്ടിട്ടല്ല, മറ്റത് നിങ്ങളെ അനീതിയായി നിങ്ങളെ ദുഃഖിപ്പിക്കട്ടെ, നിങ്ങളുടെ കുറ്റം പറയട്ടെ, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് തീരുമാനമെടുക്കാവോ? ദൈവമക്കളെ, അതെന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പകർത്താവോ? ദാവീദ് പഠിപ്പിക്കുന്നു, വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവാത്മാവ് പഠിപ്പിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ ശപിക്കുമ്പോൾ നിങ്ങൾ ഇടിച്ചു താഴ്ന്നു പോവുകയല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കണം. കാരണം ദൈവം സത്യമറിയുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. മനുഷ്യർ ശപിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം കൂടാതെ മനുഷ്യർ നിങ്ങളെ ശപിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ മേൽ അനുഗ്രഹം കോരിച്ചൊരിയുകയാണ് ചെയ്യുന്നത്. അങ്ങ് ദൂരത്തും ചാരത്തും ഇരിക്കുന്നതായ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, അന്യായമായി നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിൽ നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശപിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. നിങ്ങളെ അകറ്റി മാറ്റുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പുതിയൊരു സൃഷ്ടിയായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും വെങ്കിലേക്ക് ആകർഷിക്കും. ആ ആകർഷണം കർത്താവായ യേശു പറഞ്ഞു, എന്നെ ഒന്ന് കുരിശിൽ കയറ്റി നോക്ക്, അപ്പോൾ അറിയാം വ്യത്യാസമെന്ന്. അതാണ് യേശു പറഞ്ഞത്. എന്നെ കുരിശിലേക്കൊന്ന് ഉയർത്തി നോക്ക്, അപ്പോൾ അറിയാം മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കർത്താവായ യേശുവിനെ കാൽവരി കുരിശിലേക്ക് ഉയർത്തിയപ്പോൾ മാറ്റം വന്നത് അനുഭവിച്ചു. ആ പെരുങ്കള്ളൻ ആ കുരിശിലേക്ക് നോക്കി, അവന് മാറ്റം വന്നു. പ്രിയ ദൈവവേദലേ, അവനിലേക്ക് നോക്ക്. യേശു വെല്ലുവിളിച്ചു, എന്നിലേക്ക് നോക്ക്, ഉയർത്തപ്പെട്ടാൽ ഞാൻ ആകർഷിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, 2000 കൊല്ലം മുമ്പ് കള്ളൻ ആകർഷിക്കപ്പെട്ടു. AD 64 പൗലോസ് അപ്പോസ്തലൻ ആകർഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് AD 300-350 ആണ്ടിൽ സഭയുടെ പിതാക്കന്മാർ ആകർഷിക്കപ്പെട്ടു. അവൻ ഉയർത്തപ്പെട്ടു, ആകർഷിക്കപ്പെട്ടു. ഏതാണ്ട് AD 1800-കളിൽ നവോത്ഥാന പിതാക്കന്മാർ എഴുന്നേറ്റ് വന്നു, ഉയർത്തപ്പെട്ടു. ദൈവമക്കളെ, 1973 കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ട ദേശത്ത്, ഈ പട്ടിണിപ്പാവങ്ങളുടേതായ ദേശത്ത് ദൈവത്തിന്റെ ആകർഷണം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു.
അനേകരുടെ മേൽ തീ ഇറങ്ങി, അനേകരുടെ മേൽ തീ പിടിച്ചു. അവർ നല്ല വർത്തമാനം കേട്ടു. അവർക്ക് പാപമുണ്ടെന്ന് അവർ കേട്ടു, അവർക്ക് തെറ്റുണ്ടെന്ന് അവർ കേട്ടു, അവർക്ക് കുറവുണ്ടെന്ന് അവർ കേട്ടു. അവർ ആനന്ദിച്ചു, അവർ നോക്കേണ്ടവനെ നോക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നിറങ്ങിയ ദൈവത്തിന്റെ ആത്മാവ് ഇന്നും ഇറങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നും തീയായിട്ട് അവൻ ഇറങ്ങുന്നുണ്ട്. ഇന്ന് നിങ്ങളെ ചുടുപിടിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ട്. നല്ല വർത്തമാനം കേട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ നിങ്ങളെ സ്തുതിക്കുകയാണ്, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്നെല്ലാം നല്ല വർത്തമാനങ്ങളാ കേട്ടത്. ദൈവത്തിന് സ്തോത്രം. നീ ജയിക്കും, നീ പരീക്ഷ ജയിക്കും, നിനക്കൊരു ഭാവി കിട്ടും, നിനക്കൊരു കുഞ്ഞ് പിറക്കും, നിന്റെ കാര്യം ദൈവം നോക്കും, നീയും നിന്റെ ഭർത്താവ് ഒന്നാകും, നീയും നിന്റെ കുടുംബവും ഒന്നാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ട നല്ല വർത്തമാനങ്ങളൊന്ന് അയവറക്കി നോക്ക് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇതുവരെയും കേട്ട നല്ല വർത്തമാനങ്ങൾ, ഈ 50 കൊല്ലത്തിനിടയ്ക്ക് കേട്ട നല്ല വർത്തമാനങ്ങൾ ഒന്ന് അയവറക്കി ദൈവത്തെ സ്തുതിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. പറഞ്ഞ നല്ല വർത്തമാനങ്ങൾ നിങ്ങളെ കേൾപ്പിച്ച ദൈവമക്കളെ ഓർത്ത് നിങ്ങൾക്കൊന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, ആത്മാവിറങ്ങട്ടെ, ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ഈ ജനത്തിന്റെ മരവിപ്പ് മാറട്ടെ, അവരുടെ പിന്മാറ്റം മാറട്ടെ. അവരെ ദൈവം സ്നേഹിക്കുന്നു, അവരെ ദൈവം കയ്യിലെടുക്കുന്നു, അവരെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ പൈതലേ, നീ അന്യനല്ല, നീ മാറി നിൽക്കേണ്ടവനല്ല. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളോട് സന്ദർശിക്കുകയാണ്. ദൈവം നിങ്ങളെ തൊട്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ മേൽ ആശ വച്ചിരിക്കുകയാണ്. ഇതിന്റെ അനുഭവങ്ങൾ നിനക്കുണ്ടാകും, അത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. നല്ല വർത്തമാനം കേട്ട ജനം, നല്ല വർത്തമാനം കേട്ട ജനം. ഏതാണ് നല്ല വർത്തമാനം? ഒന്നാമത്തെ നല്ല വർത്തമാനമാണ്, എനിക്ക് തെറ്റുണ്ട്, അത് സമ്മതിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ നല്ല വർത്തമാനങ്ങളുടെ ഒരു പ്രവാഹമാണ് നിന്നിലേക്ക് വരാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുക ദൈവമക്കളെ. നാം ആത്മാവിൽ ആനന്ദിക്കാൻ പോകുകയാണ്, നാം ആത്മാവിൽ ആരാധിക്കാൻ പോകുകയാണ്. കർത്താവേ, നല്ല വർത്തമാനങ്ങൾ, നല്ല കാഴ്ചയും നല്ല വർത്തമാനവും ഒരുമിച്ചാണ് വരുന്നത്. നല്ല വർത്തമാനവും നല്ല കാഴ്ചയും ഒരുമിച്ചാണ് വരുന്നത്. എന്താണ് നല്ല കാഴ്ച? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. എന്താണ് നല്ല വർത്തമാനം? കർത്താവ് എന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയവറക്കുക, അയവറക്കുക, അയവറക്കുക. കർത്താവേ, 30 കൊല്ലം മുമ്പ് നീ പറഞ്ഞത് സത്യമായല്ലോ കർത്താവേ. 10 കൊല്ലം മുമ്പ് നീ പറഞ്ഞത് നടന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വാഗ്ദത്തം നിറവായല്ലോ ദൈവമേ, നീ കൽപ്പിച്ചത് നിറവായല്ലോ ദൈവമേ. ഇനിയും നടത്തി കിട്ടാനുണ്ടല്ലോ ദൈവമേ. അതും തരാനവൻ ശക്തനാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.